ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശ്രീമോദ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ട്രാവൽ ബ്ലോഗാണ്. ട്രാവൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് ഒരു ട്രാവൽ, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഞാൻ മാക്സിമം അവിടെ നെല്ലിയാമ്പതി മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പം നമ്മളുടെ യാത്ര തുടങ്ങുന്നത് നെന്മാറയിൽ നിന്നാണ്. നെന്മാറയിൽ നിന്ന് 7 കിലോമീറ്റർ മാറി പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. പോത്തുണ്ടി ഡാമിൻ്റെ അരികിലൂടെയാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര പോകേണ്ടത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ പോത്തുണ്ടി ഡാമിൻ്റെ ചെറിയൊരു വിഷ്വൽസ് കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് പോത്തുണ്ടി ഡാം കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചുരം തന്നെയാണ്. കുറേ ഹെയർ പിൻ വളവുകളായിട്ടുള്ള ഒരു മലമുകളിലേക്കാണല്ലോ നമ്മളുടെ യാത്ര. അപ്പോൾ കുറേ ഹെയർ പിന്നുകളുണ്ട്. അപ്പോൾ ആ യാത്ര നമുക്ക് കാണാം. നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ ഉടനീളം നമുക്ക് പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ യാത്രയെ ഒരുപാട് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ മാത്രമാണ് നമുക്ക് ഈ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. അപ്പം നമ്മൾ ഏകദേശം പോത്തുണ്ടി ഡാം എത്തിക്കഴിഞ്ഞു. പോത്തുണ്ടി ഡാമിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് എത്തണ്ടേ. അവിടെ എത്തിയിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ വരുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഒന്ന് കയറാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ അരികിലൂടെയുള്ള യാത്രയിലാണ്. ആ കാണുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ കെട്ടാണ്. അണക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 22 കിലോമീറ്ററോളം ദൂരം നമുക്ക് വിടുന്നുണ്ട് നെല്ലിയാമ്പതി മലയിലേക്ക്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. ചെക്ക് പോസ്റ്റിൽ തിരക്ക് കുറച്ച് കുറവാണ്. ഞങ്ങളൊരു 9 മണി സമയമായിട്ടുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ. ചെക്ക് പോസ്റ്റിൽ തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്നറിയാൻ കഴിഞ്ഞത് മുകളിലേക്ക് ധാരാളം വണ്ടികൾ പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറുകയാണ്. അപ്പോൾ നെല്ലിയാമ്പതി യാത്രയിൽ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാമിൻ്റെ മുകളിലെത്തുമ്പോൾ തന്നെ ഒരു നല്ല വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വിഷ്വൽസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. അതുപോലെ ഈ ഡാമിൻ്റെ ഒരു വിഷ്വൽസ് കുറച്ചുകൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് കാണാം. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ മനോഹരമാണ്. അപ്പോൾ ഇവിടെ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, മുകളിലേക്ക്
നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. അപ്പോൾ നമുക്ക് യാത്ര പെട്ടെന്ന് തന്നെ തുടരാം. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ 2 വാഹനങ്ങളിലായിട്ടാണ് പോന്നിട്ടുള്ളത്. പോകുന്ന വഴിയിലൊക്കെ മരങ്ങളൊക്കെ വീണ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെല്ലിയാമ്പതി യാത്രയിൽ 10ഓളം ഹെയർ പിൻ വളവുകളാണ് നമുക്ക് കയറേണ്ടതായിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക ചെറുതും വലുതുമായിട്ടുള്ള കുറേ വാട്ടർഫാൾസ്, ചെറിയ വാട്ടർഫാൾസ് നമുക്ക് കുറേ കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ് ആ കാഴ്ചകളൊക്കെ, നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ധാരാളം കുരങ്ങുകളെയും നമുക്ക് കാണാൻ സാധിക്കും. കുരങ്ങുകൾക്കൊക്കെ ഭക്ഷണ പദാർത്ഥം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി പെട്ടെന്ന് പൊയ്ക്കളയും, അത് ശ്രദ്ധിക്കണം. ഇനിയൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. താഴെ ആ ദൂരത്ത് കാണുന്നുണ്ട് നമ്മുടെ പോത്തുണ്ടി ഡാം, നമുക്ക് നന്നായിട്ടൊന്ന് കാണാൻ സാധിക്കും. ഒന്നുകൂടി അടുത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള മലനിരകളാണ്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ സ്ഥലം. വാവ്, ഇതാ ഈ കാണുന്നതാണ് നമ്മളുടെ പോത്തുണ്ടി ഡാമാണ്. ഇത് ഇനിയും കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഭാഗത്തുനിന്നും നമുക്കിത് കാണാൻ സാധിക്കും. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുണ്ട് താഴെ കാണുന്ന കാഴ്ചകളൊക്കെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. ഏകദേശം നെല്ലിയാമ്പതി മലയുടെ മുകളിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നന്നായിട്ട് കോടിറങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, കാണുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് കോടിറങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഫോട്ടോഷൂട്ടൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വളരെ മനോഹരമാണ്. വാവ്, കോടിറങ്ങി ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഈ ഭാഗം സ്ഥലം കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിൽ ഞങ്ങൾ ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമാണ്, കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാവ്, കണ്ടില്ലേ, കോടിറങ്ങി ഇങ്ങനെ വരികയാണ്. എന്താ അടിപൊളി, നല്ല തണുപ്പുമാണ്, അടിപൊളിയാണ്, ഒന്നും നോക്കാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. പച്ചപ്പ് നിറഞ്ഞുള്ള ഈ തേയിലത്തോട്ടം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതുപോലെ നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ.
വളരെ ഒരു കുളിര് കോരുന്ന സൈസ് നല്ല കാറ്റുമാണ് ഇവിടെ, അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല മഞ്ഞാണ് ഇവിടെ. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കും. മഞ്ഞ് പെയ്യല്ല, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്, ഭയങ്കര രസമാണ് കാണാൻ. ഉണ്ടോ, ഞാനിപ്പോൾ ഉള്ളത് ഒരു തേയിലത്തോട്ടത്തിലാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഉണ്ടോ, നിറയെ തേയിലകളാണ്, അടിപൊളിയാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് നല്ലൊരു അരുവി ഒഴുകി വരുന്നുണ്ട്. പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ഈ ഒരു അരുവി വളരെ മനോഹരമാണ്, നല്ല വെള്ളമാണ്. അതുപോലെ കാണാൻ തന്നെ ഒരു ഭയങ്കര ഫീലാണ്, ഭംഗിയാണ്. അത് അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയ സ്ഥലമാണ്, അങ്ങ് ദൂരെ അതാ ഇവിടെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നത്. അവിടുന്ന് വന്ന് കണ്ടതാണ്, അടിപൊളിയാണ് എന്തായാലും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഇനി അടുത്ത ലക്ഷ്യം നേരെ സീതാർകുണ്ടിലേക്കാണ്. സീതാർകുണ്ടിലേക്കുള്ള യാത്ര ഞങ്ങൾ വീണ്ടും തുടർന്നു. ഇതാ സീതാർകുണ്ടിൻ്റെ എൻട്രി എത്തിത്തുടങ്ങി. സീതാർകുണ്ടിലേക്കുള്ള എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം. സീതാർകുണ്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മളുടെ വെഹിക്കിളിൻ്റെ നമ്പർ, അതുപോലെ എത്ര ആളുകളാണ് നമ്മൾ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കൊടുത്ത് നേരെ വീണ്ടും സീതാർകുണ്ടിലേക്ക് യാത്ര തുടർന്നു. സീതാർകുണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ പോയിട്ട് നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മുടെ ആനുട്ടി ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ സീതാർകുണ്ടിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് കാപ്പിത്തോട്ടങ്ങൾ നന്നായിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ പുറമെ കാപ്പിത്തോട്ടങ്ങളും നന്നായിട്ടുണ്ട്. കാപ്പിയൊക്കെ ഏകദേശം വിളഞ്ഞിരിക്കുന്ന ഇത് കണ്ടില്ലേ, ചുവന്ന് തുടുത്ത് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ കാപ്പിയൊക്കെ ഏകദേശം വിളവെടുക്കാനായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ. അത് ഒന്ന് ആസ്വദിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും നിങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇപ്പോൾ ഞങ്ങൾ സീതാർകുണ്ടിൽ എത്തിക്കഴിഞ്ഞു. സീതാർകുണ്ടിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം വാഹനങ്ങളും ബൈക്ക് റൈഡേഴ്സും കണ്ടമാനം ആളുകൾ, കുറേയധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പാർക്കിങ്ങിലെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
ഇനി നമ്മൾ നേരെ പോകുന്നത് സീതാർകുണ്ടിലെ വ്യൂ പോയിൻ്റ് കാണാനാണ്. വ്യൂ പോയിൻ്റ് കാണാൻ കുറച്ചധികം നടക്കേണ്ടതായിട്ടുണ്ട്. നടക്കുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. പിന്നെ യൂക്കാലിപ്സ് മരങ്ങൾ ഇടയിലൊക്കെ ഉള്ളത് കാരണം ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിന്. കണ്ടോ, നല്ല താഴ്വരകളും അതുപോലെ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. വളരെ മനോഹരമാണ്. ഉണ്ടോ, ഇതിവിടെ കുറച്ച് നടക്കാനും ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഓഫ് റോഡ് മോഡലുള്ള റോഡ് തന്നെയാണ് സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴി. എന്തായാലും അവിടെ എത്തിപ്പെട്ട സീതാർകുണ്ടിൻ്റെ ആ വ്യൂ പോയിൻ്റ് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മറക്കാം. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ ടൗൺ ഏരിയയും അതുപോലെ താഴെയായിട്ട് കാണുന്ന എന്താ പറയുക, നിങ്ങൾ നേരിട്ട് കാണുക തന്നെ ചെയ്തോളൂ. അടിപൊളിയാണ്, ഒന്നും നോക്കാനില്ല കേട്ടോ. സീതാർകുണ്ടത്തെ വ്യൂ പോയിൻ്റ് ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ സീതാർകുണ്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കേട്ടോ, ഇങ്ങനെയാണ് നമ്മളെ വഴി. കല്ല് പൊന്തിയിട്ടും താന്നിട്ടൊക്കെയാണ്. അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് സീതാർകുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലേക്കാണ്. കുറച്ച് നടക്കണം അങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നമുക്ക് കാണാം. അപ്പം മച്ചന്മാരെ, ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുരങ്ങുകൾ നന്നായിട്ടുണ്ട്. ഞങ്ങളൊരു 7-അപ്പിൻ്റെ കുപ്പി വാങ്ങി കൈ പിടിച്ചിരുന്നു. അത് നേരെ കുരങ്ങ് കൈയോടെ പൊക്കി. ഉണ്ടോ, അവർ നന്നായിട്ട് അത് കുടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടോ, ഇതാണ് നമ്മളെ നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ടിലെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നെല്ലിയാമ്പതി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു വൃക്ഷമാണിത്. നെല്ലി വൃക്ഷമാണ്. ഈ ഒരു വൃക്ഷത്തിൻ്റെ എന്താ പറയുക, കണ്ടില്ലേ, അതിൻ്റെ ഒരു ഷേപ്പും ആകൃതിയൊക്കെ ഒരു മനോഹരമാണ്, വളരെ മനോഹരമാണ്. ഈ കോവിഡ് കാലമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആളുകൾ ഇപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വളരെ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മാസ്കും അതുപോലെ സാനിറ്റൈസറൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതെന്നാലും എത്രത്തോളം ആളുകൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ, അല്ലാതെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഒന്നും പറയാനില്ല, താഴേക്ക് നോക്കിയാൽ അന്യായ വ്യൂ ആണ്. എന്താണ് എൻ്റെ മക്കളെ, ഒന്നും പറയാനില്ല കേട്ടോ. பயமில்லையா? உயிருக்கு பயமில்லையா? பயம் இருக்கு, லைட்டா இருக்கு.
ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തെ ദൃശ്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, കാരണം ഭയങ്കര ആഴമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സീതാർകുണ്ടിലെ വ്യൂ പോയിന്റുകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ എൻ്റെ കൂടെ നമ്മളെ വിമലുണ്ട്, മാസ്ക് ഒന്ന് മാറ്റി കളിച്ചു, നമ്മളെ വിമലുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടാണ് വന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ കൂടുതലായിട്ട് കുട്ടികളെ ഒന്ന് കൊണ്ടുവരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അത്രയും ആഴമുള്ള സ്ഥലങ്ങളാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, വ്യൂ പോയിന്റ് എന്ന് പറയണത് ഒരു രക്ഷയില്ല. എന്താ പാടിയോ ഉഷാറ്, വേറെ ലെവലാണ്. ഫുഡ് കയ്യിൽ വെച്ച് കൊണ്ടുവരരുത്, കുരങ്ങന്മാർ കൊണ്ടുവരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ ഒരു ബിസ്ക്കറ്റും പാക്കറ്റ് തുറന്നപ്പോൾ തന്നെ കുരങ്ങന്മാർ അത് എടുത്ത് പോയി. കൊടുക്കല്ലാതെ പാകമില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഒരു രക്ഷയില്ല കേട്ടോ. കോട ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ. ഈ പ്ലേസിൽ പ്രത്യേക തണുപ്പാണ്. ഒരു നമ്മളെ ഊട്ടിയിലൊക്കെ പോയ ആ ഒരു ഫീലാണ്. വ്യൂ പോയിന്റ് ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. ഈ കാണുന്ന നെല്ലിമരത്തിൽ നിറയെ നെല്ലിക്കയാണ്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ നമ്മളെ നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ വേറൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഞങ്ങൾ സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ.